ആക്സിഡന്റലി വെടിവെക്കേണ്ടി വന്നു. അടുത്ത ഹിയറിംഗിൽ നോക്കാം. അടുത്ത ഹിയറിംഗ് 4 ദിവസം കഴിഞ്ഞ. കാവസ് നാനാവതി ഇന്ന് എന്താണോ സംസാരിച്ചത് അതാണ് ജൂറിക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. So Umi, that's your next headline. I don't marry every woman I sleep with. ഇതുപോലുള്ള പടങ്ങൾ ഹിറ്റായി കഴിഞ്ഞ സിൽവിയ പാവം അവളുടെ പേര് 2 രൂപയ്ക്ക് ബ്ലിറ്റ്സിൽ വിറ്റോണ്ടിരിക്കുക. I'm doing this for my kids. This is too much of news. Put an ad next to covers. തീർച്ചയായും സർ. This is a nice one. Put it right next to covers so that it's... I guess that it's time for tea. I will have a drink. എക്സ്ക്യൂസ് മീ സർ. എക്സ്ക്യൂസ് മീ മാഡം. I know that you are upset, Sylvia, but you have to trust me. I'm doing all of this for covers, you and your family. You are clearly feeling it. All your sensational headlines in pictorial descriptions, 2 such stories. All just helping you. Some more copies of Phil. It's a filthy world, Sylvia. And whether you realize or not, ultimately these headlines are going to save you. I'll give your next headlines. കമാൻഡർ കാവസ് മാണിക് ഷോ നാനാവതി, സെക്ഷൻ 302 അനുസരിച്ച് മർഡർ ചാർജ് നിങ്ങൾ പ്രേം ഭഗവാൻദാസ് സാഹുജിയെ കൊന്നതായി ആരോപിക്കപ്പെട്ടു. സാധാരണ The fucking honorable has been killed, my brother. He is not a killer. He is a hero. സോൾജിയർ എപ്പോഴും അതിർത്തിയിലാണ്. അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ഞാനിത് ഒരിക്കലും സമ്മതിക്കില്ല. The nation is family. He is under threat. He kills. ഡൽഹി. ഇതിനെക്കുറിച്ചാണ് ഇപ്പോഴെല്ലായിടത്തും ചർച്ച. He in love to me. Enough. ആ നെറികെട്ടവള് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ലായിരുന്നു. മാരിറ്റൽ സ്റ്റേറ്റസ് ഇടയിൽ വരാനേ പാടില്ല. കുറ്റം ചെയ്തിട്ടില്ല. ഇവിടെ ഡിഫൻസ് സിൽവിയ നാനാവതിയെ അവരെ ഒരു മോശക്കാരിയാക്കി മാറ്റി. എന്റെ ഭാര്യ ഒരിക്കലും ഡീഫോൾട്ട്. ഈ കേസ് ഒബ്ജക്ഷൻ മൈ ലോർഡ്. സോറി ടു സേവ് ദ ഇമേജ് ഓഫ് മൈ ഗേൾ. ഒരാളുടെ വീട്ടിൽ കയറി അയാളെ കൊല്ലാൻ നിയമം ആരെയും അനുവദിക്കുന്നില്ല. അത് കുറ്റകരമാണ്. you are making a big mistake. Yes. She's lying. എനിക്ക് വേണ്ടി ഒന്ന് കൺസിഡർ ചെയ്യൂ. എല്ലായിടത്തും സംഭവിക്കുന്നതാ. ഒരിക്കലുമില്ല. I love Kawas Manik Chan. How to death. ഈ കഥ കേൾക്കാൻ കൊള്ളാം. മാഡം നിങ്ങൾ ഷോറൂം വയ്ക്കുന്നതായിട്ട് കേട്ടല്ലോ. നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയെ പോലെയാ. ഇതെൻ്റെ ചേട്ടൻ്റെ പാഷനായിരുന്നിരിക്കാം. എൻ്റെ ചേട്ടന് വേണ്ടി ഈ കേസ് ജയിക്കുന്നത് എൻ്റെ പാഷനാണ്. ഒരാൾ എൻ്റെ ചേട്ടനെ കാസിനോവാന്ന് പറയുന്നു, മറ്റൊരാൾ ഭ്രാന്താണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ. അതിനെനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്. നമ്മുടെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുന്ന പുതിയ ആൾക്കാരുടെ അടുത്ത് ഞാൻ കോൺട്രാക്റ്റിൽ എഴുതി വാങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സാലറി കൂട്ടിത്തരണമെന്നും പറഞ്ഞ്. നിങ്ങളെപ്പോഴാണ് വന്നത്? നിങ്ങളുടെ സ്പീച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വന്നു. വെരി പാഷനേറ്റ് ഐ മസ്റ്റ് സേ. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഞാൻ വിഷമിച്ചിട്ടൊന്നുമില്ല. നൗ ദാറ്റ് യു സെഡ് ഇറ്റ് ഐ ആം ഹാപ്പി. പണം എൻ്റെ ഒരു പാഷനാണ്. അപ്പം നിങ്ങളുടെ 2 വൈഫ്സ് എൻ്റെ ആവശ്യം. ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങൾ ചിരിച്ച പോലെ ഉണ്ടല്ലോ. അതേപോലെ മറ്റു കാര്യങ്ങൾക്ക് നിങ്ങൾ ഇതിനേക്കാൾ നന്നായി ചിരിക്കുന്നു വിചാരിക്കുന്നു. ഒരു കാര്യമില്ല. ഒരാളുണ്ടായിരുന്നു, എൻ്റെ ചേട്ടൻ. അവൻ എന്ത് പറഞ്ഞാലും ഞാൻ ചിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളല്ലാതെ മറ്റാരുമില്ലായിരുന്നു. എന്നാ ശരി, എൻ്റെ പാഷന് വേണ്ടി നിങ്ങളുടെ പാഷന് നമുക്ക് നിറവേറ്റാം. ഈ കേസ് ജയിക്കാം. മിസ്റ്റർ ജെറ്റ്മലാനി, പ്രോസിക്യൂഷന്റെ മുഴുവൻ സ്ട്രാറ്റജിയും നിങ്ങളത്രേ ഡിസൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഇന്നലെ സംഭവിച്ചതിന്റെ ഐഡിയയും നിങ്ങളത്രേ. ഈ കേസ് എന്ന് മാത്രമല്ല, ഞാൻ ഏത് കേസിലൊക്കെയാണ് ഇൻവോൾവ് ആകുന്നത് അതിന്റെ സ്ട്രാറ്റജിയൊക്കെ ഞാനാണ് തീരുമാനിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു സത്യം പറഞ്ഞല്ലേ പറ്റൂ സാറേ. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ മിസ്റ്റർ ചന്ദ്രു ത്രിവേദി ഈസ് ടോട്ടലി ഡിപ്പെൻഡന്റ് ഓൺ യു. അതിനും ഒരു ഭാഗ്യം ഉണ്ടാവണമെന്ന് ഞാൻ പറയുകയുള്ളൂ. താങ്ക് യു ചന്തു സാർ.
ഗുഡ് മോർണിംഗ് രാം സാർ. മോർണിംഗ്. ചരിത്രത്തിന്റെ ഏടുകളിൽ വരാൻ ഏർപ്പാട് ചെയ്തോ? ഹിയറിംഗിന് തയ്യാറാക്കിയോ നിങ്ങൾ? നിങ്ങൾ പറഞ്ഞ എല്ലാ ഹോംവർക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളോടൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ സിന്ധി അല്ലാതെ കാവസ് നാനാവതിയുടെ കേസ് കാൽ ഖണ്ഡാലവാലയ്ക്ക് പകരം നിങ്ങൾ എടുക്കുകയായിരുന്നെങ്കിലോ? വരൂ. സർ പ്രേം ആഹൂജയ്ക്ക് 3 വെടിയുണ്ട ഏറ്റിട്ടുണ്ട്. എല്ലാത്തിനേക്കാളും ഉപരി അദ്ദേഹത്തിന്റെ ചെസ്റ്റിൽ റൈറ്റ് കോളർ ബോണിന് താഴെ, രണ്ടാമത്തേത് റൈറ്റ് ഹാൻഡിൽ സ്മോൾ റിംഗ് ഫിംഗറിന് നടുവിലൂടെ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചെവിയിൽ, ആൻഡ് ദ തേർഡ് വൺ പാസ് ത്രൂ ദ സ്കൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്കളിലും ചെസ്റ്റിലും ഹാമറേജ് ആയി അദ്ദേഹം മരിച്ചത്. കമാൻഡർ സാർ പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വഴക്കുണ്ടായെന്ന്. അതിനുശേഷമാണ് ഷൂട്ടിംഗ് നടന്നത്. ഈ കാര്യം ക്ലിയർ ആക്കുന്നതിന് വേണ്ടി ഞാൻ രാം സാറിനെ വിളിക്കട്ടെ? രാം സാർ ഒന്നിങ്ങോട്ട് വരുമോ? ഇപ്പൊ നിങ്ങളാണ് പ്രേം അഹൂജ എന്ന് വെച്ചോളൂ. ഞാൻ കമാൻഡർ കാവസ് നാനാവതി. നമുക്കിടയിൽ വഴക്കുണ്ടാവുന്നു വെച്ചാൽ ഞാൻ ഇങ്ങനെ പിടിക്കുന്നു, നിങ്ങൾ എന്നെ ഇങ്ങനെ കൈ കൊണ്ട് തടയുന്നു, ഞാൻ പിടിക്കുന്നു, നിങ്ങൾ തടയുന്നു. പിന്നെ ഡോക്ടർ ജാല സാർ, എനിക്കൊന്ന് പറഞ്ഞു തരാമോ, ഇങ്ങനെ ഞങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഇഞ്ചുറി ഉണ്ടാക്കുന്നത്? അതൊന്ന് പറഞ്ഞു തരാമോ? സർ അല്ല, ഇംപോസിബിൾ. എന്തുകൊണ്ട് സർ? കാരണം ഞങ്ങൾ ചെസ്റ്റിലെ വൂണ്ട് എക്സാമിൻ ചെയ്തപ്പോ അടുത്ത് നിന്ന് വെടിവെച്ചതായി യാതൊരു സൂചനയും ഇല്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ബുള്ളറ്റ് ഏകദേശം 18 ഇഞ്ച് ദൂരത്ത് നിന്നാണ് വന്നത്. മൈ ലോർഡ്. സെക്കൻഡ്ലി ചന്തു സാർ, ഒരു മിനിറ്റ്, ഈ സ്കള്ളിലെ ഇഞ്ചുറി ഇല്ലേ, അത് ഞങ്ങൾ എക്സാമിൻ ചെയ്തപ്പോ സോ ദാറ്റ് ഇഞ്ചുറി ഈസ് ആൻ അറ്റസ്റ്റ് ലാൻഡിംഗ്. സാർ ഇതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വിക്ടിമിന്റെ ബാക്ക് അസൈലന്റിനെ ഫേസ് ചെയ്തിരുന്നു. മറ്റൊരു ബുള്ളറ്റ് പുറകിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇതാണ് മൈ ലോർഡ്, കമാൻഡർ കാവസ് നാനാവതി നുണയാണ് പറയുന്നത്. കണ്ടാലവാല സാർ, യുവർ വിറ്റ്നസ്. ഓക്കെ. യുവർ ഓണർ, ഇതാണ് 3 ബുള്ളറ്റ്സ്. പ്രേം അഹൂജ മരിച്ചത് ഈ ബുള്ളറ്റ് കൊണ്ടാണ്. ഇത് ആദ്യത്തെ ബുള്ളറ്റ്, ചെസ്റ്റിൽ നിന്ന് കിട്ടിയത്. ഇത് ചെസ്റ്റിൽ കുടുങ്ങിയിരുന്നു. ഇത് മറ്റു 2 ബുള്ളറ്റ്സ്. ഇത് ബെഡ്റൂമിൽ നിന്ന് കിട്ടിയതാണ്. ഇവിടെയാണ് വ്യത്യസ്തത, ഇവിടെയാണ് വ്യത്യാസം. ബോത്ത് ദീസ് ബുള്ളറ്റ് ആർ ഫ്ലാറ്റൻഡ് ആൻഡ് ബെൻഡ്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ അൺലെസ് ദേ ഹിറ്റ് ഹാർഡ് സർഫേസ്. ഇത് വെച്ച് നോക്കുമ്പോൾ ബോത്ത് ബുള്ളറ്റ്സ് ഹാർഡ് സർഫേസിൽ നിന്ന് റീബോണ്ടായി പ്രേം അഹൂജയുടെ ദേഹത്ത് കൊണ്ടു. വിച്ച് മീൻസ് വാട്ട്? ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ് ഔട്ട് ഓഫ് എ സ്കഫിൾ. സർ, ബുള്ളറ്റ് റീബൗണ്ട് ആയി പോകാൻ സാധ്യതയുണ്ട്, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഒരു ഫാറ്റൽ ഹാമറേജ് ഉണ്ടാവില്ല. ഡോക്ടർ ജാല, നിങ്ങൾക്ക് ബുള്ളറ്റ് ഇഞ്ചുറിയിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ട്? സർ, ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ് ഇൻ ബുള്ളറ്റ് ഇഞ്ചുറീസ്, ബട്ട് ആസ് എ ഫോറൻസിക് എക്സ്പേർട്ട് ഞാൻ പ്രേം അഹൂജയുടെ മുഴുവൻ ശരീരവും എക്സാമിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് മൈ ലോർഡ്, നമ്മൾ ഇതല്ല ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹി മസ്റ്റ് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ സയൻസ് ഓഫ് ബിലിസ്റ്റിക്, ആൻഡ് ഫോർ ദാറ്റ് മൈ പ്ലീസ് കോൾ അപ്പ് ഫോർ ഡോക്ടർ വയം ബല്ലേഗ, ഹു വാസ് എക്സ്പെർട്ട് ആക്ച്വലി ഇൻ ബുള്ളറ്റ് ഇഞ്ചുറീസ്. പ്രൊസീഡ്. താങ്ക് യു. താങ്ക് യു. മൈ ലോർഡ്, എനിക്ക് ഡോക്ടർ ജാലയുടെ അസസ്മെന്റ്സുമായിട്ട് യോജിപ്പില്ല. കാരണം വെടിയുണ്ട റീബൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ ഫാറ്റൽ ഹാമറേജ് ആവാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വെടിയുണ്ട ഭിത്തിയിൽ കൊണ്ടിരിക്കും, പിന്നെ ഇങ്ങനെ കറങ്ങി വന്ന് പതുക്കെ യു ടേൺ അടിച്ച് തലയിൽ കൊണ്ടിരിക്കും. അത് ബുള്ളറ്റ് ആണോ അതോ എയറോപ്ലെയിൻ ആണോ? യു ടേണും റൈറ്റ് ടേണും ഒക്കെ അടിച്ച് ഇങ്ങനെ വന്ന് തലച്ചോറ് കയറാൻ. പ്രോസിക്യൂഷൻ എന്റെ കക്ഷിയെ കളിയാക്കുകയാണ്. ത്രിവേദി സാർ, മാന്യമായിട്ട് സംസാരിക്കണം. സോറി മൈ ലോർഡ്. മിസ്റ്റർ ബലിക, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സയന്റിഫിക് ഫാക്ട് ഉണ്ടോ? ഐ ഡോണ്ട് ഹാവ് എനി സയന്റിഫിക് ഫാക്ട് ടു ബാക്ക് മൈ സ്റ്റേറ്റ്മെന്റ്. പക്ഷേ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. അങ്ങനെ സംശയത്തിന്റെ ബലം കൊണ്ട് ജഡ്ജ്മെന്റ് കൊടുക്കാൻ പറ്റുമോ സർ? മൈ ലോർഡ്, ഇങ്ങനെയും സാധ്യതയുണ്ടാവാം. ഇയാൾ നുണ പറയുന്നതിനും. ഐ ഒബ്ജക്ട് മൈ ലോർഡ്. പ്രോസിക്യൂഷന് സാക്ഷി ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു നിയമവുമില്ല. സസ്റ്റെയിൻ. മൈ ലോർഡ്, ഞാൻ ഇൻസൾട്ട് ചെയ്യുകയൊന്നുമല്ല. ഇദ്ദേഹം എക്സ്പേർട്ട് വിറ്റ്നസ് ആണെങ്കിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ കൊടുക്കേണ്ടതല്ലേ? ചുമ്മാ ഇങ്ങനെ നിന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പൈസ വാങ്ങിയിട്ട് ഇവിടെ വന്ന്. മൈ ലോർഡ്, ചന്തു ത്രിവേദി ഈസ് ക്രോസിംഗ് എവറി ലിമിറ്റ് ആൻഡ് യു ആർ നോട്ട് സേയിങ് ഇറ്റ്. ത്രിവേദി, ദിസ് ഇസ് ദ ഫൈനൽ വാർണിംഗ്. മനസ്സിലായോ? സർ, ദ കോർട്ട് വിൽ റെസ്യൂം ടുമോറോ.
യുവർ ആർക്കിടെക്ട് ഹാസ് സെൻഡ് യു ദിസ്. മേ ഐ? I love to. Never danced with Indian man before. Trust me, you won't regret it. Is it? Honey, do you know you stole my heart when I met you? So just keep me close, 'cause you make me whole. And feel the time go slow, even though we've been here a while. ഡ്രീംസ് ആർ ഓൾവേസ് കിൽഡ് ബൈ റിയാലിറ്റി. This where നമുക്കൊരിക്കലും ഇത് വാങ്ങാൻ പറ്റില്ല. I'll wait, 'cause you make me whole. ഓ മേമി മാഡം വാങ്ങിക്കോ. ഇത് നിങ്ങൾ അകത്തേക്ക് വരൂ. ഇരിക്കൂ. വരൂ. ഇത് ഇരിക്കൂ. ശരി. ഇരിക്കൂ. അത് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് കുറച്ച് ചെറുതാണ്. ചെറുതാണെങ്കിലും ഒരു കുടുംബമാണ്. പക്ഷെ എനിക്കിതൊന്നുമില്ല. ചായ, എടുക്കാം എടുക്കാം. കോഫി, ആ, ഒരു 4 ഗ്ലാസ് കിട്ടുമോ? പിന്നെന്താ, ഒരു ഗ്ലാസ് എടുത്തുണ്ടോ? എടുത്തോണ്ട് വരാം. നന്നായിട്ട് കഴുകി എടുത്തുണ്ടോ? ശരി. അത് പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ വന്നാൽ, പ്രത്യേകിച്ച് ഗസ്റ്റ് ആരെങ്കിലും വന്നാ. താങ്ക് യു. ശരി, കുട്ടികൾ പുറത്ത് പോയി കളിക്കേ. ഓക്കോ, ഞാൻ പിന്നെ വിളിക്കാം. നാളെ സോഫ എത്തും. അയ്യോ, നിങ്ങൾ എന്നെ കുറിച്ച് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാം സാറിന് അസൂയ വരും. നിങ്ങൾ ഇതിന് യോഗ്യനാണ് ത്രിവേദി. ചിയേഴ്സ് ചിയേഴ്സ് ടു പ്രേം സാർ. ആക്ച്വലി കോർട്ടിൽ ആ സ്കള്ളിൻ്റെ ഐഡിയ ബ്രില്യൻ്റ് ആയിരുന്നു. പക്ഷെ കാള് വെറുതെ ഇരിക്കില്ല. ഇൻ ദ നെക്സ്റ്റ് ഇയറിംഗ് ഹിൽ ബി ബാക്ക് വിത്ത് ഫുൾ ഫോഴ്സ്. നിങ്ങൾ മുഴുവനായി തയ്യാറെടുക്കണം. They have to very sure പ്രോസിക്യൂഷന്റെ അടുത്ത നീക്കം എന്തായിരിക്കും, എന്തൊക്കെ തെളിവുകൾ കൊണ്ടുവരും. നമ്മൾ ഒരുപടി മുന്നോട്ട് ചിന്തിക്കണം. ഞാൻ ഈ കേസ് നീതി കിട്ടാൻ വേണ്ടിയല്ല വാദിക്കുന്നത്. ഐ ആം ഫൈറ്റിംഗ് ടു വിൻ. ഓഫ് കോഴ്സ് യു ആർ സർ. സാർ, സിൽവിയ മാഡം വന്നിട്ടുണ്ട്. ശരി, അവരോട് വരാൻ പറയൂ. യെസ് സാർ. They told me the best lawyer of India is handling my husband case. And today I got to know that called Kandalawala lost the round which purely based on facts. നിങ്ങളെങ്ങനെ ഇത്ര അശ്രദ്ധ കാണിച്ചത് മിസ്റ്റർ കണ്ടാലവാല? നിങ്ങളുടെ ഡോക്ടർ കോൺഫിഡന്റ് ആണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് തീർച്ചപ്പെടുത്തിയില്ല? നിങ്ങളുടെ ഹസ്ബൻഡാണ് നിങ്ങളുടെ ലവറിനെ കൊന്നതെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് എൻഷുർ ചെയ്യുന്നത് മിസ് നാനാവതി? ആക്ഷൻ. ഇന്നെൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ഫലം ഉണ്ടാകുമെന്നാ തോന്നുന്നത്. ഞാൻ എന്തു പറയാനാ, ഇന്നൊന്നും എനിക്ക് ആവശ്യപ്പെടാൻ തോന്നുന്നില്ല. ജനനവും മരണവും ദൈവമാണ് തീരുമാനിക്കുന്നത്. ഞാൻ മാത്രമാണ്, ഞാൻ മാത്രമാണ്, ഞാൻ മാത്രമാണ്. Cut it. Great shot, sir. താങ്ക് യു. താങ്ക് യു. ഇൻക്രെഡിബിൾ സർ. വിദ്യ ജോഷി. Hi. താങ്ക് യു വെരി മച്ച്. പ്ലീസ് സിറ്റ് ഡൗൺ. So, sir, married woman in love?
ടു ബോൾഡ്? വെൽ, ഹ്യൂമൻ മൈൻഡിന് ബോൾഡ് ആകണം, ടാബു ആകണം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ കൺവിൻസ് ചെയ്താലേ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തിനാണ് വെറുതെ വഴക്കിടുന്നത്? നന്നായിട്ട് കഴിഞ്ഞാൽ പോരെ. മിസ്റ്റർ കന്ന സാർ, ഒരു ചെയർ ഇങ്ങോട്ട് എടുത്തേ പ്ലീസ്. സിറ്റ് ഡൗൺ. എങ്ങനെ ഉണ്ടായിരുന്നു? ദേവ് സാർ, ആക്ച്വലി അത് ഓക്കെ തന്നെയാ. വിദ്യ, ദിസ് ഈസ് മിസ്റ്റർ ഖന്ന. മിസ്റ്റർ ഖന്ന ഞങ്ങളുടെ പടത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടറാ. ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ ചെയ്യാം, പക്ഷേ ഈ പടം ഓടില്ല സാറേ. വൈ നോട്ട്? ഇവൻച്വലി ഓടില്ലേ? മാഡം, ആദ്യത്തെ ദിവസം ഓടാത്തപ്പോ അതിനെപ്പറ്റി എന്തിനാ ഇത് സംസാരിക്കുന്നത്? ശരിക്കും റീച്ച് ആവും. ഫോം ഈസ് ഓൺലി ടെമ്പററി, ക്ലാസ് ഈസ് പെർമനന്റ്. അയ്യോ സാറേ, ഈ ക്ലാസ് അതൊക്കെ ഒന്ന് വിട്ടേക്ക്. ആ ഇംഗ്ലീഷുകാരി സ്ത്രീയില്ലേ, അവര് പ്രശ്നം മറ്റൊരു തലത്തിൽ എത്തിച്ചു. ഞാൻ ഇപ്പൊ തന്നെ ചെക്ക് സൈൻ ചെയ്തു തരാം. നാനാവധി കേസ് വെച്ചൊരു പടം ചെയ്യേ. നിങ്ങൾക്കും എനിക്കും ആവശ്യത്തിനുള്ള പണം കിട്ടും. ഈ കേസിൽ ഇല്ലാത്തത് എന്താ ഉള്ളത്? സെക്സ്, മർഡർ, ഡ്രാമ, ഹീറോ, വില്ലൻ, ഒരു ഇംഗ്ലീഷുകാരി ഹീറോയിനെയും. കഥ അടിപൊളിയല്ലേ? എന്റെ സാറേ, ഞാൻ പറയുന്നത് സാറൊന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്. നാനാവധി കേസ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ പടം ഓടില്ലെന്നാണോ? നമസ്കാരമുണ്ട്. സലാം സലാം. 1 കിലോ മട്ടൻ അല്ലേ? അല്ലല്ല, ഇന്ന് 1 കിലോ മതിയാവില്ല കേട്ടോ. ഇന്നൊരാടിനെ തന്നെ വേണ്ടി വരും. എന്താ വിശേഷം? അയൽക്കാർക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാനാണോ? അല്ലല്ല, കഴിക്കാൻ വേണ്ടിയിട്ടല്ല, കാണിക്കാൻ വേണ്ടിയിട്ടാ. പ്രോസിക്യൂഷന്റെ അടുത്ത വിറ്റ്നസ് ആണ് ബാലിസ്റ്റിക് എക്സ്പേർട്ട് ഡോക്ടർ മോഹൻ ഭാണിക്കെ. ഡോക്ടർ മോഹൻ ഭാണിക്കെ ഹാജരായിട്ടുണ്ടോ? ഡോക്ടർ ഭാണിക്കെ, ഈ 2 ബുള്ളറ്റ്സ് ഫ്ലാറ്റൻഡ് ആണ്, ബെൻഡ് ആണ്. നിങ്ങൾ ഈ ബുള്ളറ്റ് സ്റ്റഡി ചെയ്തിരുന്നോ? അതെ. എന്നാൽ ഇതിനെന്താണ് കാരണം ഈ സ്ഥിതിയിൽ ഇത് വരാനായിട്ട്? ഇപ്പോൾ വെടിയുണ്ട ഫ്ലാറ്റ് ആണെങ്കിലും ബെൻഡ് ആണെങ്കിലും അതിന് ഒരു കാരണം മാത്രമേ ഉണ്ടാവും. അതും എപ്പോഴാണെന്ന് വെച്ചാൽ ആ വെടിയുണ്ട ഹാർഡ് സർഫേസിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ. ഡിഫൻസിന് ഇത് അറിയാവുന്നതാണ്. ബുള്ളറ്റ് ഏതെങ്കിലും ഹാർഡ് സർഫസിൽ തട്ടുമ്പോൾ റീബൗണ്ട്സ് ബാക്കായി ബോഡിക്കകത്തേക്ക് കയറുന്നു. നിങ്ങൾ പറയുന്നത് പോലെ റീബൗണ്ട് ആയതുകൊണ്ടാണ് ഫ്ലാറ്റ് ആയതെന്ന് പറയാൻ പറ്റില്ല. ഹാർഡ് ബോണിൽ ചെന്ന് തട്ടിയാലും ഫ്ലാറ്റ് ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്? ആക്ച്വലി ഞാൻ മട്ടൺ ലെഗ്സിലൊക്കെ ഡിഫറെന്റ് റേഞ്ചിൽ ഷൂട്ട് ചെയ്ത് നോക്കിയാണ് ഈ ലൈവ് എക്സ്പെരിമെന്റ് ചെയ്തത്. ഇത് നോക്കൂ, ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുമ്പോൾ വെടിയുണ്ട ഹാർഡ് ബോണിൽ ചെന്ന് തട്ടുമ്പോൾ ഫ്ലാറ്റ് ആവാൻ സാധ്യതയുണ്ട്. താങ്ക് യു. റിയലി താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇറ്റ്സ് ഓവർ സർ. മിസ്റ്റർ കണ്ടാലവാല. ഡോക്ടർ മനഗെ സർ, പറയൂ. ഫസ്റ്റ് ഓഫ് ഓൾ, I really admire the pains you have taken. I am proving your point by shooting at mutton leg. Interesting. ഹ്യൂമൻ ബോൺസിൽ തൊടുന്നത് കൊണ്ട് ബുള്ളറ്റ് ഫ്ലാറ്റനാകാൻ സാധ്യത. അതെ. ഈ ടേബിളിൽ തട്ടി വരെ ബുള്ളറ്റ് ഫ്ലാറ്റനാകും. യുവർ അങ്ങയുടെ കസേരയിൽ വരെ അതിൽ തട്ടിയും ബുള്ളറ്റ് ഫ്ലാറ്റനാവാം. ചുമരിൽ തട്ടി വരെ ബുള്ളറ്റ് ഫ്ലാറ്റനാവാം. Am I right? യെസ്. Dr. Banahe, put your hand on your heart and all the experience behind you. Is it possible for a bullet in a scuffle to hit the ball and all the rebound enter the human body? I'm not asking for a definite answer. All I'm asking is it possible? യെസ്, അങ്ങനെ സംഭവിക്കാൻ വഴിയുണ്ട്. പക്ഷേ Thank you, Dr. Banahe. ചന്ദ്രു സാർ, മൈ ലോർഡ്, ഇപ്പോൾ നമ്മൾ പറയേണ്ടിയിരിക്കുന്നത് മർഡർ ആകാൻ കാരണമായ ഗണ്ണിനെ പറ്റി. ഡോക്ടർ ഭാൻഗെ, ഞാനിപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഉള്ളവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാമോ? ദിസ് ഈസ് എ സെമി ഓട്ടോമാറ്റിക് ഗൺ വിത്ത് 6 ബുള്ളറ്റ് ചേമ്പേഴ്സ്. പിന്നെ ഇതിൽ ബുള്ളറ്റ് ലോഡ് ചെയ്യാൻ നമ്മൾ ഈ ചേമ്പറിനെ ഇങ്ങനെ റിലീസ് ചെയ്യണം. കാരണം ഇത് സെമി ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഓരോ പ്രാവശ്യവും ഫയർ ചെയ്യുന്നതിന് മുൻപ് ഈ ട്രിഗർ ഇങ്ങനെ പുള്ളി ചെയ്യണം. എല്ലാ പ്രാവശ്യവും ഈ ട്രിഗർ ഇങ്ങനെ പുള്ളി ചെയ്യുവാൻ നമുക്ക് ഏകദേശം 28 പൗണ്ട് പ്രഷർ അത്യാവശ്യമാണ്. 28 പൗണ്ട്സ് പ്രഷർ എങ്കിൽ പറയൂ, 2 പേരിങ്ങനെ ബലം പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെ, ഈ 28 പൗണ്ട്സ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. മൈ ലോർഡ്, 3 പ്രാവശ്യം ഷൂട്ട് ചെയ്തു. അതായത് 3 പ്രാവശ്യം 28 പൗണ്ട്സിന്റെ പ്രഷർ ഉണ്ടായി. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിരുന്നാലും ഒരു പ്രാവശ്യം ഉണ്ടായിരിക്കും കോയിൻസിഡൻസ്. 2ാമത്തെ പ്രാവശ്യം സംഭവിച്ചു. കോയിൻസിഡൻസിന്റെ ഹൈറ്റ്
അങ്ങനെയുള്ളപ്പോ മൂന്നാമത് സംഭവിച്ചെങ്കിൽ കോയിൻസിഡൻസിന്റെ ഹിമാലയ പർവ്വതം. സോറി സർ, ഐ എം സോറി. താങ്ക് യു ഡോക്ടർ ഭാൻഗെ. താങ്ക് യു. അല്ല, നിങ്ങൾ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നില്ല ത്രിവേദി. നിങ്ങളൊരു ഗൺ എക്സ്പേർട്ടിനെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ മുഴുവൻ ഇൻഫർമേഷനും കൊടുത്തിട്ടില്ല. ആൻഡ് ഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്പോൺ ആംസ്റ്റൺ ആർമിനേറ്റ് എക്സ്പേർട്ട് മിസ്റ്റർ തിലോക് സിംഗ് ആസ് മൈ നെക്സ്റ്റ് വിറ്റ്നസ്, മൈ ലോർഡ്. ത്രിലോക് സിംഗ് സാർ, ഇപ്പോൾ ഡോക്ടർ ബാണകെ നമ്മളോട് ഈ ഗണ്ണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറയാൻ മറന്നുപോയി. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹാൻഡലർ ഇത് പറയാൻ മറന്നിരിക്കാം. ഇത് ഡബിൾ ആക്ഷൻ റിവോൾവർ ആണെന്ന്. ആം ഐ റൈറ്റ്? അതെ. അപ്പോ ഈ കോർട്ടിനും മെമ്പേഴ്സ് ഓഫ് ജൂറിക്കും ഈ ഡബിൾ ആക്ഷൻ റിവോൾവർ എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. ഇത് വളരെ സിമ്പിൾ ആണ് സർ. ഡബിൾ ആക്ഷൻ റിവോൾവറിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം ഹാമർ പുള്ളി ചെയ്താൽ ഇടക്കിടക്ക് ട്രിഗർ പ്രസ് ചെയ്താലും ബുള്ളറ്റ് ഷൂട്ട് ആകും. ഇപ്പോ ചന്തു സാർ പറഞ്ഞതനുസരിച്ച് 3 തവണ ഹാമർ വലിച്ചു എന്നത് നുണയാണ്, റൈറ്റ്? ഒരുപക്ഷെ ഗൺ ആ മേഡിലാണെങ്കിൽ അത് തെറ്റാ. ഒരുപക്ഷെ നമ്മൾ ട്രിഗർ പ്രഷറിനെ പറ്റി പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും 28 പൗണ്ട്സ് പ്രഷർ ആവശ്യമാണ്. ഓരോ പ്രാവശ്യവും 28 പൗണ്ട് പ്രഷറിൽ തന്നെ ട്രിഗർ പ്രസ് ചെയ്യണമെന്ന് ആവശ്യമില്ല. 11 അല്ലെങ്കിൽ 16 പൗണ്ടിലും പ്രസ് ചെയ്യാം. ത്രിലോക് സിംഗ്, ഇപ്പോൾ നിങ്ങൾ ഈ കോർട്ടിൽ വെച്ച് രണ്ടുപേർക്കിടയിൽ വഴക്കുണ്ടാവുകയാണെങ്കിൽ അപ്പോ 11 അല്ലെങ്കിൽ 16 പൗണ്ട് പ്രഷറിൽ ട്രിഗർ വലിക്കാൻ സാധിക്കുമോ ഇല്ലയോ? തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. താങ്ക് യു വെരി മച്ച്. മിസ്റ്റർ ത്രിലോക് സിംഗ്, നിങ്ങൾ എന്നെങ്കിലും ഈ ഗണ്ണ് സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? ഈ ഗണ്ണിനെ കുറിച്ചല്ല, ഇതുപോലുള്ള ഗൺസിന്റെ മേക്ക് ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജോലി എന്താണ്? ഞാൻ 20 വർഷം ആർമിയിലായിരുന്നു. ഇപ്പോ ആർമിക്ക് വേണ്ടി ഞാൻ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് റിപ്പയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഗണ്ണിന്റെയൊക്കെ എക്സ്പേർട്ട് ആയത്? മൈ ലോർഡ്, ഏതെങ്കിലും ഒരു ഹിന്ദി പടത്തിന്റെ സ്ക്രിപ്റ്റ് വെച്ച് ദിവസവും ഓരോ കഥയും കൊണ്ട് കോർട്ടിലേക്ക് വരികയാണ്. സത്യം എന്താണെന്ന് വെച്ചാൽ കമാൻഡർ കാവസ് നാനാവതി 3 പ്രാവശ്യം ഷൂട്ട് ചെയ്തു. അതിലൊന്ന് തലയിൽപ്പെട്ടു, രണ്ടാമത്തേത് വിരലുകൾക്കിടയിലൂടെ ചെവിയിലൂടെ പുറത്തേക്ക് പോയി, പിന്നെ മൂന്നാമത്തേത് അയാൾ തിരിഞ്ഞപ്പോൾ. അതാണ് ഏറ്റവും ഭയങ്കര ക്രൂരമായിട്ട് മൂന്നാമത്തെ ഷൂട്ടിംഗ് നടന്നത്. അങ്ങനെയാണ് കൊല നടന്നത്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. വി ഹാവ് സിറ്റുവേഷൻ സർ. വാട്ട് ഈസ് ഇറ്റ്? സർ, ക്യാപ്റ്റൻ സൂര്യപ്രകാശ് മേനോനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കഴിഞ്ഞ 2 ദിവസമായി ക്വാർട്ടേഴ്സിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്തിന്? ഐ തിങ്ക് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വരസി ദിസ് വേ സർ. എന്തിനാണ് ഈ അന്വേഷണം? അദ്ദേഹത്തിന്റെ വൈഫിന് അഫയർ ഉണ്ടെന്ന് സംശയിക്കുന്നു. ജീസസ്, കയ്യിൽ ഗണ്ണുണ്ടോ? നോ സർ. താങ്ക് ഗോഡ്. ബ്രേക്ക് ദ ഡോർ. എന്നിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരണം. ഓൾറെഡി ഓർഡർ പാസ് ചെയ്തു സർ. എൻ്റെ ഓഫീസേഴ്സിനൊക്കെ പെട്ടെന്ന് എന്താ പറ്റിയത്? എന്ത് ചെയ്യാനാ സർ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാ. ഓഫീസേഴ്സ് എല്ലാം ഭാര്യയാണ് സംശയിക്കുന്നത് സർ. ഗോഡ് ഫോർബിഡ്. ഇഫ് കാവസ് ഗെറ്റ്സ് കൺവിക്റ്റഡ്, എനിക്ക് തോന്നുന്നത് ആരും പിന്നെ നേവിയിലേക്ക് വന്ന് ജോയിൻ ചെയ്യില്ലെന്നാ. സാർ പറയുന്നത് മനസ്സിലായി. പ്ലീസ് സർ. കാവസി രാജ്യത്തിന്റെ ഹീറോ ആയിട്ട് അറിയപ്പെടുന്നത് ഞാൻ കാരണം ഒരാളെ കൊന്നതിന്. എല്ലാവരും അദ്ദേഹത്തിന്റെ റിലീസിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഹീറോയെ പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു വില്ലൻ ഉണ്ടായിരിക്കണം. സോ ഐ എം റെഡി ടു ബിക്കം വൺ. മിസ്റ്റർ കണ്ടാലവാല ആൻഡ് മിസ്റ്റർ കരൻഷിയ, എൻ്റെ ഹസ്ബൻഡിനെ രക്ഷിക്കാൻ എന്തു ചെയ്യണോ അത് ചെയ്തോളൂ. അതിനുവേണ്ടി എന്നെ ഒരു ക്രൂരായ സ്ത്രീയായിട്ട് ചിത്രീകരിച്ചാലും സാരമില്ല. വെരി ടോൾ സിൽവിയ, ടെൽ മീ, പ്രേമിനെ ആദ്യമായി കണ്ടത് എവിടെ വെച്ചാണ്? ഓ, ഹലോ കമാൻഡർ കാവസ്. ഹലോ. ഓൾവേസ് ഓൺ ടൈം. ഇറ്റ്സ് ഓൺലി 12 PM യു ആർ ഹിയർ. ക്വൈറ്റ് ഇംപ്രസീവ്. ഹലോ സിൽവിയ. ഹലോ കമാൻഡർ. പ്രേം,
Please. Just give us a moment. Come on. നാനാവതിയും വൈഫും വന്നിട്ടുണ്ട്. Just as usual, trying to sell something. Well, this is Commander Kavas Nanavati, been as beating in the Navy. Trust a commander for a nice tux. And this is his lovely wife, stolen from the British. Obviously, Kohinoor is a very small price that we paid in exchange. And this is my most priceless possession, my sister Chino. Ignore him. It's Mamie. I must say I love your dress. I love your watch. I'm going to steal it. Why steal it? You can just take it. Stealing is much more fun. And I can tell that commander wants to steal that car. Oh, how do you know? Your in-laws have Shakespeare, the Americans have Dodge. Welcome to the world of 8 miles to a gallon. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ 20 feet long, 6 feet wide. നല്ല പവർഫുള്ളായ എഞ്ചിനും. ഇത് ആക്ച്വലി സൗണ്ട് ഓഫ് ഫിലോസഫി ഓഫ് അമേരിക്ക. ബിഗ് ഈസ് ദി ബെസ്റ്റ്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ $400. I'm impressed. The man knows his cars. Yeah, Parsis, we love our cars. Except the money of the cars. Indeed. Now this is why I love Parsis, and for the love of this car, I can give it to you for say $5,000. 5,000. No, Commander. I can see that you're calculating your savings and my love for the Parsis. You cannot be comparing money with feelings. I urge you to experience love at first sight. By the way, how do you know I was thinking about my savings? കമാൻഡർ, പ്രേം എല്ലാവരുടെ മൈൻഡും റീഡ് ചെയ്യും. എന്റെ മൈൻഡ് റീഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്ഥലം വിടട്ടെ. ഐ നീഡ് അനദർ ഡ്രിങ്ക്. എനിക്ക് ഒരു ഡ്രിങ്ക് വേണം. പ്ലീസ്. Hey, come on. Let's get you to the bar. Please. I'll come back. Please come. Thank you. Now that you're all alone, let me be your knight in shining armor. But allow me to get you a drink first. Vincent, thank you very much. Cheers. Prem Ahuja. I have heard lot of stories about you. You know what they say about stories? The hunter is always a hero till the lion learns to write. And amongst the stories, there's a fact that I can read minds. Oh, And right now, while I read your mind, I can't stop turning pages. what you read? One, that I like your mind a lot. And two, that we're very different people, yet we have something very similar. And what would that be? Loneliness. ഐ എം സോറി സിൽവിയ. ഇന്ന് ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു. It's okay, darling. നേവിയിലുള്ളവര് പുറത്ത് ഷിഫ്റ്റിന് പോകുന്ന സമയത്ത് ഭാര്യമാരെയും കൂട്ടിക്കൊണ്ടു പോകണമെന്ന എൻ്റെ ആഗ്രഹം. ഐ വിഷ് ടു. സിൽവിയ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നേവിയിൽ പുതിയ കപ്പലുകൾ വാങ്ങാൻ പദ്ധതിയുണ്ട്. ആ എല്ലാ കപ്പലുകളിലും ട്രെയിനിങ് പ്രോഗ്രാമും ആവശ്യമുണ്ട്. ഈ പ്രാവശ്യം 7 മാസം ഉണ്ടാവും. ബട്ട് ഐ പ്രോമിസ് യു, ഞാൻ എപ്പോഴൊക്കെ ഫ്രീ ആണോ അപ്പോഴെല്ലാം നിന്നെ വിളിക്കും. അവിടെ ചെന്നിറങ്ങിയിട്ട് നിങ്ങൾ എന്താ ചെയ്യാ? ഐ മീൻ, ഡു യു മീറ്റ് അതർ വിമൻ? ഡു യു ഫീൽ ദി നീഡ് ടു മീറ്റ് അതർ മാൻ? ഞാനില്ലാത്ത സമയത്ത്? Kavas. I'm not happy anymore. I hate everything. I know I have all the comfort in the world. I have 3 wonderful children, but I don't have you. You're my best friend, my love, my husband, and I don't have you. I have a job. I know you are doing everything for us. Nothing grows a comfort, Kavas. I'm so lonely here. Sorry, Sylvia. No, Kavas, you don't understand. You proves that man who wants to part English women to India. Haven't you that wild, crazy, passionate love?
you used to give me. നീ ഇങ്ങനൊക്കെ വന്ന് പറഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാ. ലുക്ക് അറ്റ് യു. You don't even listen to me. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. You don't even listen to me. You don't understand what I'm trying to tell you. So, Sylvia, can I ask you a direct question? Yes. Is it worth being bored with a good man? I'm comfortable, Prem. Have a good husband and good life. You know what they say is the price of comfort? Lack of excitement. Comfortable is a good thing. Indeed, comfort is a good thing. But nothing grows in comfort. Special presentation for a special lady. You know so many different things, don't you know? That's true. I feel so alive and when I'm with you. Bye, Mom. Prem! Good morning. I've been asked to deliver all these to a gorgeous lady named Sylvia. Are these gifts for me? Actually, not. They're for your beautiful children. The white one is for Feroz, the green ones are for Jimmy, and the pink ones are for Tanny. But why? Your children are an important part of you. And you are an important part of me. Shall we go for a drive? Are you going to refuse me because I didn't get you a gift? Hello, ladies. Oh God! Hi, Prem. Why are you late? I have no clue. Thank you so much. Get a room. Driver, ആഗ്രയിലേക്ക് വിട്ടോ. ആദ്യം പോസ്റ്റ്മാൻ ആയിരുന്നു, ഇപ്പൊ എന്നെ ഡ്രൈവർ ആക്കി. Driver, you talk too much. Hello, Sylvia. Hello, Mrs. Kapadia. How are you? Fine, thank you. How are the kids? They're great. I hope you like the gifts. Like gifts? What gifts? മിസ്സസ് ഭാട്ടിയ എന്നോട് പറഞ്ഞു, സിൽവിയ, നിനക്ക് നന്നായിട്ടറിയാം, രഹസ്യം ഒരിക്കലും മറയ്ക്കാൻ പറ്റില്ല. എത്രയൊക്കെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും എല്ലാ ഒരു ദിവസം പുറത്തു വരും. യു ആർ നോട്ട് ദ ഓൺലി വൺ. ഐ നോ പ്രേം സിൻസ് 6 years. 6. ഞാൻ മാത്രമല്ല, ധാരാളം നേവൽ വൈബ്സ് കുറേ വർഷങ്ങളായിട്ട്. യു നോ വാട്ട് ഐ മീൻ, റൈറ്റ്? ഐ റിയലി അണ്ടർസ്റ്റാൻഡ്. അവർ ഹസ്ബൻഡ്സ് ആർ എവേ 6 months. വർഷത്തിൽ 6 മാസം. നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും. ആൻഡ് ഹീ ഈസ് ചാമിങ്. യു ആർ എ ബ്യൂട്ടിഫുൾ വുമൺ. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ആൻഡ് മേമി, യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ഷീ ഈസ് എ പിംപ്. Navy is like a close-knitted family. Everybody knows everyone. And they talk about it. പ്രേമിൻ്റെ ബെഡ്റൂമിനെ ചുറ്റിപ്പറ്റിയാണ് കാര്യമെങ്കിൽ ആരും ഇതിനെപ്പറ്റി ഒന്നും പറയില്ല. ഡോണ്ട് മേക്ക് എ മിസ്റ്റേക്ക് ഓഫ് മേക്കിംഗ് ഇറ്റ് പബ്ലിക്. Maybe he's just friend. ആർക്കൊന്നും അറിയില്ലെന്ന് വിചാരിക്കേണ്ട സിൽവിയ, സൂക്ഷിക്കണം.
Hello. Hi, Mimi. I can't. Firoz has exam tomorrow. ചീനു, ആ നീ സിൽവിയോട് സംസാരിച്ചിരുന്നോ? ഇല്ല, എന്താ? ഒന്നുമില്ല. എന്തിനാ അങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? You can't be here, Prem. What do you want to say? What have you heard? I'm a Casanova? And that I've been with many women? Well, let me tell you that's true. And also let me tell you that you're not one of them. ഞാനതൊക്കെ വിശ്വസിക്കാൻ ഒരു ഫൂളാണ്. I feel like a fool now, coming here and telling you the truth, and you not believing me. Stop it. What I feel for you, I've never felt for anyone else. What you thinking? Kavs will be back tomorrow. So that's a good thing. You should be happy, right? I'm really trying to. ഇത് അവസാനിപ്പിക്കാനുള്ള സമയമായി. You carry on with your life and meet your all friends. Probably ഈ സ്ഥാനത്തേക്ക് വേറൊരു ലേഡി വരും. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് ജീവിക്കാം. അപ്പം നീ എൻ്റെ പേര് പോലും ഓർക്കില്ല. October 1930 is your birthday. 23rd August is Firoz. 1st May is Danny and 14th August is Jimmy. Your favorite play is Mousetrap. Simpsons by the stand right up my head is your favorite restaurant. You hate turmeric, you hate Chilgood, but you love hot chocolate. Sunsets make you sad, and you miss snow all the time. The red in your lipstick is your favorite color. You shampoo your hair thrice a week. The Great Britannia is your favorite song, and Johnny Cash is your favorite singer. And you hate waking up early in the morning. Yes, but I forgot your name. What is your name? I've let go of all I had. You held me close and you said, baby, when midnight comes, I'll be the one that... So you don't have to see me anymore? Exactly. You know me so well. Actually, it's the day I tell your husband that I want you to be on mine, and that if I have your permission, I would like to take care of your children. I don't like it when you leave. പിന്നെ ലോകം നമ്മുടെ കഥ അറിയുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല അറിയപ്പെടേണ്ടത്. ഇവനൊരു കാസിനോ ആയിരുന്നെന്നും ഷി വാസ് എ ബിച്ച്. നോ, I love you, and I want the world to know that. I don't care what the world thinks. I love you. You mean that? I will tell Kavas everything. ശരി, എന്നാ ഞാനും കൂടെ വരാം. My love, my husband is a naval officer. ആണോ? എന്ത് ചെയ്തു കളയും നിന്റെ നേവൽ ഓഫീസർ? He has a gun. He will shoot you. അപ്പോൾ സിൽവിയയ്ക്ക് നേരത്തെ അറിയായിരുന്നോ? അതായത് കാവസ് പ്രേമിനെ കൊല്ലുമെന്ന്? One can never know or predict a man's action. അടുത്ത ദിവസം സിൽവിയ കോർട്ടിൽ വന്ന് എന്താണ് പറയാൻ പോകുന്നത് അടുത്തൊരു പ്രഡിക്ഷൻ. അപ്പോൾ എല്ലാം തലകീഴായിട്ട് മാറാനിരിക്കുകയായിരുന്നു. Because you don't want to mess with the wounded tigers.